MG യൂണിവേഴ്സിറ്റിയുടെ 2022 അണ്ടർസ്റ്റാൻഡിംഗ് ദ മോഡേൺ വേൾഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യായിരുന്നു നമ്മൾ. മറ്റൊരു ചോദ്യം, ട്രേസ് ഔട്ട് ദ ഗ്ലോബൽ ഇമ്പാക്ട് ഓഫ് നാസിസം എന്നാണ്. അതായത് നാസിസത്തിന്റെ ആഗോള പ്രത്യാഘാതം എന്തായിരുന്നു, ഹിറ്റ്ലറുടെ കീഴിലുള്ള നാസിസത്തിന്റെ അതിന്റെ ഐഡിയോളജിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. നാസിസം എന്നതിൽ ഒരു റേഷ്യൽ സുപ്രീമസി ഉണ്ടായിരുന്നു. Nazism emphasized the supremacy or superiority of the Aryan race, promoting anti-Semitism, racism and xenophobia. ഒരു വംശത്തെ ഒന്നാകെ വെറുക്കൽ അല്ലെങ്കിൽ ഒരു വംശത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കൽ, അല്ലെങ്കിൽ അവർ കാരണമാണ് എല്ലാ കുറ്റങ്ങളും ഉണ്ടായതെന്ന് പറയൽ, അതാണ് xenophobia എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്. നാഷണലിസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും അതിന്റെ മറവിലുണ്ടായിരുന്നു. ഹിറ്റ്ലർ sought to create a unified powerful Germany, promoting patriotism and loyalty to the state. ഗവൺമെന്റിന്, രാഷ്ട്രത്തിന് അവിടെ കൂറുപുലർത്തുന്ന, ദേശസ്നേഹം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ ജനതയെ വാർത്തെടുക്കുക, ശക്തമായ ഒരു രാജ്യമായി ജർമ്മനിയെ ഉയർത്തിയെടുക്കുക എന്ന ചിന്തകളും ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം ഒരു വിഭാഗത്തെ ബലിയാടാക്കിക്കൊണ്ടുള്ളതായിരുന്നു എന്ന് പറയാം. ഇനി അതോറിറ്റേറിയനിസം, അതായത് നാസിസം റിജക്റ്റഡ് ഡെമോക്രസി, ജനാധിപത്യത്തെ തള്ളിക്കളയുകയായിരുന്നു നാസിസം ചെയ്തത്. എംബ്രേസിംഗ് എ ടോട്ടാലിറ്റേറിയൻ റെജിം വിത്ത് ഹിറ്റ്ലർ ആസ് ദ സുപ്രീം ലീഡർ. അതെ, ഒരു ഹിറ്റ്ലറെ നേതാവാക്കിക്കൊണ്ട് ഒരു ടോട്ടാലിറ്റേറിയൻ ഭരണം അതിനെ ആശ്ലേഷിക്കുകയായിരുന്നു. ഇനി നാലാമത്തെ പ്രത്യേകത മിലിറ്ററിസമാണ്. നാസിസം ഗ്ലോറിഫൈഡ് മിലിറ്ററി പവർ, സീക്കിംഗ് ടു എക്സ്പാൻഡ് ജർമനീസ് ടെറിട്ടറി ആൻഡ് ഇൻഫ്ലുവൻസ് ത്രൂ അഗ്രഷൻ. ജർമ്മനിയുടെ അതിർത്തി വികസിപ്പിക്കുക, അതുപോലെ തന്നെ അഗ്രഷനിലൂടെ പുതിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, ആക്രമണങ്ങളിലൂടെ പുതിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, അപ്പൊ സൈനിക കരുത്തിനെ മഹത്വവൽക്കരിക്കുക, ഗ്ലോറിഫൈ ചെയ്യുക, ഇതൊക്കെയാണ്. ഇനി ആക്ഷൻസും പോളിസീസും എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? ന്യൂറംബർഗ് ലോ 1935 ഉണ്ടാക്കിയ ന്യൂറംബർഗ് ലോ നാസിസത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് പറയാം. അത് യഹൂദന്മാർക്ക് പൗരത്വം എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്തു. ട്രൈബ്ഡ് ജ്യൂസ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഒപ്പം തന്നെ അവരെ ജർമ്മൻകാരായ ആര്യന്മാരുമായി ഇന്റർ മാരേജ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്ന നിയമവുമായിരുന്നു 1935 ന്യൂറംബർഗ് നിയമം. അതുപോലെ തന്നെ ക്രിസ്റ്റലാഞ്ച്. എന്താണ് ക്രിസ്റ്റലാഞ്ച്? 1938. അതായത് ഓർക്കസ്ട്രേഡ് പ്രോഗ്രാം അഗൈൻസ്റ്റ് ജൂയിഷ് കമ്മ്യൂണിറ്റീസ് മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ഹോളോകാസ്റ്റ്. അതായത് ഹോളോകാസ്റ്റ് അഥവാ വംശീയ കൂട്ടക്കൊല, അതിന്റെ തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത് എന്ന് പറയാം. ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ നെറ്റ്വർക്ക് ഓഫ് ക്യാമ്പ്സ് ഫോർ ഇംപ്രിസൺമെന്റ്, ഫോഴ്സ്ഡ് ലേബർ ആൻഡ് മാസ് മർഡർ ഓഫ് ജൂസ്. അതായത് നിർബന്ധിത ജോലി, ജയിൽ, തടവറ, ഒപ്പം തന്നെ യഹൂദന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കൽ, റൊമാനി, LGBTQ ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ ഡീംഡ് അൺഡിസൈറബിൾസ്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കുക, ഇല്ലായ്മ ചെയ്യുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. ഇൻവേഷൻ ആൻഡ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ മേലുള്ള അധിനിവേശം ഇതിന്റെ ഒരു മുഖമുദ്രയായിരുന്നു. ലോഞ്ച്ഡ് അഗ്രസീവ് മിലിറ്ററി ക്യാമ്പയിൻസ്, ഇൻവേഡഡ് പോളണ്ട്, ഫ്രാൻസ് ആൻഡ് ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് അതർ യൂറോപ്യൻ കൺട്രീസ്. പോളണ്ടും ഫ്രാൻസും മറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്കും അതിക്രമിച്ചു കയറി. ഹോളോകാസ്റ്റ് കൂട്ടക്കൊലയാണ്, വംശീയ കൂട്ടക്കൊലയാണ് ഹോളോകാസ്റ്റ് എന്ന് പറയാം. സിസ്റ്റമാറ്റിക്കലി മർഡേർഡ് 6 million Jews. വളരെ ചിട്ടയോടുകൂടി ക്രമീകരിച്ചൊരു പദ്ധതി പ്രകാരം, ആസൂത്രണം ചെയ്ത പദ്ധതി പ്രകാരം 6 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി എന്ന് പറയാം. മില്യൺസ് ഓഫ് അതേഴ്സ്, വേറെയും ദശലക്ഷക്കണക്കിന് ആളുകളെയും കൊന്നൊടുക്കി. യഹൂദന്മാരെ മാത്രമല്ല. എപ്പോഴാണ്? ഡ്യൂറിങ് വേൾഡ് വാർ II. ഇത് ഹോളോകാസ്റ്റ് ഇതിന്റെ നാസിസത്തിന്റെ വളർച്ചയ്ക്ക് ശേഷം ഉണ്ടായ മറ്റൊരു ഇമ്പാക്റ്റ് ആണ്. ഇനിയുമുണ്ട്. വേൾഡ് വാർ II ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നാസിസം led to the devastating conflict resulting in an estimated 50 to 80 million fatalities. 50 മുതൽ 80 വരെ ദശലക്ഷം കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധികൾ മനുഷ്യ ജീവിതത്തിന്മേൽ ഉണ്ടാക്കിക്കൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം വന്നത് എന്ന് പറയാം. ദെൻ ജീനോസൈഡ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ്, വംശീയമായ ഉന്മൂലനമാണ് ജീനോസൈഡ്. ഒപ്പം തന്നെ മനുഷ്യാവകാശങ്ങളെ ദുരുപയോഗം ചെയ്യല്. ദ ഹോളോകാസ്റ്റ് ആൻഡ് അതർ അട്രോസിറ്റീസ് കമ്മിറ്റഡ് ബൈ ദ നാസി റെജിം. നാസി ഭരണകൂടം നടപ്പിലാക്കിയ
ഹോളോകാസ്റ്റ്, മറ്റ് ക്രൂരതകൾ റിമെയിൻ അമംഗ് ദ ഡാർക്കസ്റ്റ് ചാപ്റ്റേഴ്സ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളായി ഇന്നും നിലകൊള്ളുന്നു. ആഗോളതലത്തിൽ ഗ്ലോബൽ പോളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ തന്നെ ആഗോള രാഷ്ട്രീയവും അന്താരാഷ്ട്രീയ ബന്ധങ്ങളും. ദി കോൺസിക്വൻസസ് ഓഫ് നാസിസം continue to shape global politics, international relations and human rights efforts. Legacy: denazification and post-war efforts aimed to eradicate Nazi ideology. Denazification ആണ് അതിനുശേഷം തുറന്നുണ്ടായ മറ്റൊരു പൈതൃകം എന്ന് വേണമെങ്കിൽ പറയാം. നാസി ഐഡിയോളജിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക, ഒപ്പം തന്നെ യുദ്ധ കുറ്റവാളികളെ വിചാരണ ചെയ്യുക, പ്രോസിക്യൂട്ട് ദ വാർ ക്രിമിനൽസ്. ഇതൊക്കെയാണ് യുദ്ധാവസാനം അതിന് തുടർന്നുണ്ടായ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയാം. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ ഉണ്ടായി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നാസിസത്തിന്റെ ഇമ്പാക്റ്റിന് ശേഷമാണ്. മനുഷ്യാവകാശങ്ങൾ ലോകത്തിലെമ്പാടും മാനിക്കപ്പെടണം. ഇങ്ങനെ മനുഷ്യ വംശത്തിന് നേരെ ഒരു വ്യക്തിയുടെ വികലമായ മനസ്സുകൊണ്ട് ഒരു അക്രമവും ഭാവിയിൽ നടന്നുകൂടാ എന്ന ചിന്ത ഉണ്ടാകുന്നതും അതിനെതിരെ തടയുന്നതിനായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ലോ പാസ്സാക്കപ്പെടുകയും ചെയ്യുന്നത് നാസിസത്തിന്റെ പിന്നീട് ഉണ്ടായ ഒരു പ്രത്യേക ആഘാതം അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ്. The atrocities committed by the Nazi regime led to the establishment of international human rights law and institutions. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളും സ്ഥാപനങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഹോളോകാസ്റ്റ് റിമംബറൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ongoing efforts to remember and learn from the Holocaust. അതായത് ഈ വംശീയ കൂട്ടക്കൊലയിൽ നിന്ന് പാഠം പഠിക്കാനായിട്ടും അതിനെ എന്നേക്കുമായിട്ട് ഓർമ്മിക്കുവാനുമായിട്ടുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ. ഇനി ഒരിക്കലും ഇതുണ്ടാകരുത്. സഹിഷ്ണുതയെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ചിന്ത ലോകത്തിലെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ ഉണ്ടായി വരാൻ ഈ ഒരു പ്രതിസന്ധി കാരണമായി. ആൻഡ് എംപതി, മാനുഷികമായ ദുഃഖങ്ങളോടുള്ള സഹാനുഭൂതി. ആൻഡ് ഹ്യൂമൻ റൈറ്റ് അവയർനെസ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള അവബോധം. ഇതൊക്കെ. മറ്റൊരു ചോദ്യം, വാസ് ദ മിഡിൽ ഈസ്റ്റ് അഫക്റ്റഡ് ബൈ ദ ഇമ്പീരിയലിസം? ഈ സാമ്രാജ്യത്വം, യൂറോപ്യൻ കോളനി ശക്തികൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളായിരുന്നു പലരും. അവര് മിഡിൽ ഈസ്റ്റില് അവരുടെ കോളനികൾ സ്ഥാപിച്ചതില് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എങ്ങനെയാണ് അഫക്റ്റഡ് ആയത് എന്നതാണ് ചോദ്യം. ഇമ്പാക്ട് ഓഫ് ഇമ്പീരിയലിസം ഓൺ ദ മിഡിൽ ഈസ്റ്റ്. ഒന്ന്, റീഡ്രോയിങ് ബോർഡേഴ്സ്, അവരുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെട്ടു. ഇമ്പീരിയൽ പവേഴ്സ്, പർട്ടിക്കുലർലി ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്, പ്രത്യേകിച്ചും ബ്രിട്ടനും ഫ്രാൻസുമാണ്. റീഡ്രൂ ദ റീജിയൻസ് ബോർഡേഴ്സ്, ഈ പ്രദേശങ്ങളുടെ അതിർത്തികൾ വീണ്ടും പുതുക്കി വരച്ചു. ക്രിയേറ്റിംഗ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യലി ഡിവൈഡിങ് എത്തനിക് ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്സ്, എത്തനിക് ഗ്രൂപ്പുകളെയും റിലീജിയസ് ഗ്രൂപ്പുകളെയും ആർട്ടിഫിഷ്യലായിട്ട് ഡിവൈഡ് ചെയ്തു. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണമാണ്. ഇമ്പീരിയൽ പവേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ദ റീജിയൻസ് നാച്ചുറൽ റിസോഴ്സസ്, ഈ പ്രദേശങ്ങളിലെ സ്വാഭാവികമായ വിഭവങ്ങളെ ചൂഷണം ചെയ്തു ഇമ്പീരിയൽ പവേഴ്സ്, ഇൻക്ലൂഡിംഗ് ഓയിൽ ആൻഡ് ഇമ്പോസ്ഡ് അൺഈക്വൽ ട്രേഡ് അഗ്രിമെന്റ്സ്, എണ്ണ അടക്കമുള്ള സാധനങ്ങളെ ആൻഡ് ഇമ്പോസ്ഡ് അൺഈക്വൽ ട്രേഡ് അഗ്രിമെന്റ്സ്, തുല്യമല്ലാത്ത ട്രേഡ് അഗ്രിമെന്റ്സ് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു. ദാറ്റ് ബെനിഫിറ്റഡ് ദെയർ ഓൺ ഇക്കണോമിക്സ്, അത് അവരുടെ എക്കണോമീസിന് ബെനിഫിറ്റ് ആവുകയാണ് ചെയ്തത്. മറ്റൊന്ന് കൾച്ചറൽ ഇമ്പീരിയലിസം ആണ്, സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഇമ്പീരിയലിസം അഥവാ സ്വേച്ഛാധിപത്യം. ഇമ്പീരിയൽ പവേഴ്സ് ഇമ്പോസ്ഡ് ദെയർ ഓൺ ലാംഗ്വേജസ്, ഇമ്പീരിയൽ പവേഴ്സ് അവരുടെ സ്വന്തം ഭാഷ അടിച്ചേൽപ്പിച്ചു. കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ ആൻഡ് വാല്യൂസ് ഓൺ ദ റീജിയൻ, അതുപോലെ തന്നെ ആ പ്രദേശത്തിന് മേൽ കുറെ മൂല്യങ്ങളും അടിച്ചേൽപ്പിച്ചു. ഓഫൻ സപ്രസിംഗ് ലോക്കൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, പ്രാദേശിക പാരമ്പര്യങ്ങളെയും അതുപോലെ തന്നെ ആചാരങ്ങളെയും അത് അടിച്ചമർത്തി. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, രാഷ്ട്രീയമായ അസ്ഥിരത. ഇമ്പീരിയലിസം ക്രിയേറ്റഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, രാഷ്ട്രീയമായ അസ്ഥിരത അത് സൃഷ്ടിച്ചു. ആസ് ലോക്കൽ ലീഡേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളും ലോക്കൽ ലീഡേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് റെസിസ്റ്റഡ് ഫോറിൻ ഡോമിനേഷൻ, പ്രാദേശിക നേതാക്കന്മാരും ഗ്രൂപ്പുകളും വിദേശ ആധിപത്യത്തെ ചെറുത്തു. ലീഡിങ് ടു ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ് ആൻഡ് പവർ സ്ട്രഗിൾസ്, നിരന്തരമായ സംഘർഷങ്ങൾ അതിനെ തുടർന്നുണ്ടായി. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ. അഞ്ചാമത്തേത് നാഷണലിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായി, ദേശീയ പരമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. ദേശീയവാദം മുന്നിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ടായി മിഡിൽ ഈസ്റ്റിലെ. ഇമ്പീരിയലിസം സ്പാർക്ക്ഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് അക്രോസ് ദ മിഡിൽ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റിലെ ഉടനീളം നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാകാൻ കാരണമായി. ആസ് ലോക്കൽ പോപ്പുലേഷൻസ് ഡിമാൻഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ, പ്രാദേശികമായ പോപ്പുലേഷനുകൾ സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ സെൽഫ് ഡിറ്റർമിനേഷൻ, സ്വയം നിർണയാവകാശവും വേണമെന്ന് വാദിച്ചു. ഇമ്പീരിയലിസം മിഡിൽ ഈസ്റ്റില്
ഉണ്ടായി വന്നതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടൻ ഈജിപ്തിനെ കോളനിയാക്കി. ബ്രിട്ടൻ ഒക്കുപ്പൈഡ് ഈജിപ്റ്റ് ഇൻ 1882, എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ്സ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതിന്റെ തന്ത്രപരമായ സ്ഥാനവും അതിന്റെ പ്രകൃതി വിഭവങ്ങളും എല്ലാം ബ്രിട്ടൻ ചൂഷണം ചെയ്തു. ഫ്രഞ്ച് കൊളനൈസേഷൻ ഓഫ് സിറിയ ആൻഡ് ലെബനൺ, സിറിയയും ലെബനനും ഫ്രഞ്ചുകാർ കോളനിയാക്കി. ഫ്രാൻസ് കൊളനൈസ്ഡ് സിറിയ ആൻഡ് ലെബനൺ ആഫ്റ്റർ വാർ ആൻഡ് after World War I, imposing its language and culture on the region. അതിന്റെ ഭാഷയും അതിന്റെ സംസ്കാരവും ഒക്കെ ആ പ്രദേശങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് മാൻഡേറ്റ്സ്, ഒപ്പം തന്നെ ബ്രിട്ടീഷ് ഫ്രഞ്ച് പ്രദേശങ്ങൾ മാൻഡേറ്റുകളായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ. ആഫ്റ്റർ വേൾഡ് വാർ I, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് were granted mandates over various മിഡിൽ ഈസ്റ്റേൺ ടെറിട്ടറീസ്. അതായത് എന്താണ് മാൻഡേറ്റ്? പല മിഡിൽ ഈസ്റ്റേൺ ടെറിട്ടറീസിന്റെ മേലെ ബ്രിട്ടനും ഫ്രാൻസിനും, ചില പ്രദേശങ്ങളുടെ മേൽ ബ്രിട്ടനും ചില പ്രദേശങ്ങളുടെ മേൽ ഫ്രാൻസിനും ഒക്കെ ഭരണാവകാശം വീതിച്ചു നൽകപ്പെട്ടു. മാൻഡേറ്റുകൾ എന്നാണ് ഈ അവകാശങ്ങൾ നൽകപ്പെടുന്നതിനെ പറയുന്നത്. ഇൻക്ലൂഡിങ് ഇറാഖ്, പാലസ്തീൻ ആൻഡ് സിറിയ. ഇറാഖിന്റെയും പാലസ്തീന്റെയും സിറിയയുടെയും മേലുള്ള അവകാശമൊക്കെ ഇങ്ങനെ ബ്രിട്ടീഷ് മാൻഡേറ്റുകളായിരുന്നു. US ആൻഡ് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇൻ ഇറാൻ. അമേരിക്കയും ബ്രിട്ടനും ഇറാനിൽ വലിയ സ്വാധീനം ചെലുത്തി എന്ന് പറയാം. The US and Britain have historically exerted significant influence over Iran's politics and economy. ഇറാന്റെ രാഷ്ട്രീയം, ഇറാന്റെ സാമ്പത്തിക ശാസ്ത്രം എന്നിവയുടെ ഒക്കെ മേൽ അമേരിക്കയും ബ്രിട്ടനും ചരിത്രപരമായിട്ട് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിന്റെ എണ്ണ എന്ന് പറയുന്ന വിഭവത്തെ സംബന്ധിച്ച്. ഇനി ലെഗസി ഓഫ് ഇമ്പീരിയലിസം ഇൻ ദ മിഡിൽ ഈസ്റ്റ്, ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ്. ഇമ്പീരിയലിസ്റ്റിലെ സംബന്ധിച്ച മിഡിൽ ഈസ്റ്റിന്റെ ലെഗസി എന്താണ്? പാരമ്പര്യം എന്താണ്? സംഘർഷങ്ങൾ നിലയ്ക്കുന്നില്ല, ഓൺഗോയിങ് കോൺഫ്ലിക്ട്സ്. അത് തന്നെ ഇമ്പീരിയലിസംസ് ലെഗസി കണ്ടിന്യൂസ് ടു ഷേപ്പ് ദ റീജിയൻസ് കോൺഫ്ലിക്ട്സ്. ആ ലെഗസിയാണ് ഇന്നും ആ പ്രദേശങ്ങളിൽ അസമാധാനം തുടരുന്നതിനുള്ള നിരന്തര സംഘർഷങ്ങൾ കാരണം. ഇൻക്ലൂഡിംഗ് ദ ഇസ്രായേലി പാലസ്തീൻ കോൺഫ്ലിക്ട്, ഇസ്രായേലി പാലസ്തീൻ സംഘർഷം അടക്കം, ആൻഡ് ദ സിറിയൻ സിവിൽ വാർ. അടുത്ത എക്കണോമിക് ഡിപ്പെൻഡൻസ് ആണ്. മെനി മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് റിമെയിൻ ഇക്കണോമിക്കലി ഡിപ്പെൻഡന്റ് ഓൺ എക്സ്റ്റേണൽ പവേഴ്സ്. വിദേശ ശക്തികളുമായിട്ട് സാമ്പത്തികപരമായിട്ട് ആശ്രയിക്കപ്പെടുകയാണ്. പർട്ടിക്കുലർലി വിത്ത് റിഗാർഡ് ടു ഓയിൽ എക്സ്പോർട്സ്, പ്രത്യേകിച്ചും എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട്. കൾച്ചറൽ ഐഡന്റിറ്റി. The region continues to grapple with the cultural legacy of imperialism. As social populations seek to reclaim and assert their cultural identities, nationalism and resistance. Imperialism's legacy has also fueled nationalist movements and resistance to foreign influences across the Middle East. ദേശീയ ഇമ്പീരിയലിസത്തിന്റെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഫ്യൂവൽഡ് നാഷണാലിസ്റ്റ് മൂവ്മെന്റ്സ്. ദേശീയവാദ പരമായിട്ടുള്ള ദേശീയ മുന്നേറ്റങ്ങളെ, നാഷണാലിസ്റ്റ് മൂവ്മെന്റുകളെ അത് ഇന്ധനം നിറച്ചു എന്ന് പറയാം, ഫ്യൂവൽ ചെയ്തു എന്ന് പറയാം. ആൻഡ് റെസിസ്റ്റിംഗ് ടു ഫോറിൻ ഇൻഫ്ലുവൻസ് അക്രോസ് ദ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലുടനീളം ഫോറിൻ ഇൻഫ്ലുവൻസിനെ കുറയ്ക്കാനായിട്ടാണ് അത് ശ്രമിച്ചതെന്നും പറയാം.